ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എല്ലാ കേക്കുകളും നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. പക്ഷേ കുറേ പേര് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ചേച്ചി ബാറ്റർ താന്നു പോകുന്നു, പതഞ്ഞ് വരുന്നില്ല, മുട്ട നല്ലതുപോലെ ബീറ്റായി കിട്ടുന്നില്ല, കേക്ക് ഉണ്ടാക്കുമ്പോൾ കുഴിഞ്ഞു പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ അത് ചെയ്യുന്ന രീതി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ കേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കേക്ക് ടിൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 1.5 കിലോ കേക്ക് ചെയ്യണം. അപ്പോൾ 2 ഇതിലായിട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇത് പൊക്കത്തിലുള്ള കേക്ക് ചെയ്യുന്നത് കൊണ്ട് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുക്കുന്നത്. നമ്മൾ 1/2 കിലോ കേക്ക് ചെയ്യുമ്പോൾ 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് പൊക്കം കുറച്ചാണ് ചെയ്യണമെങ്കിൽ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുക്കണം. പിന്നെ അല്ലെങ്കിൽ ഈ ചെറിയ ടിന്നെന്ന് പറയുന്നത് 6 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾ അതനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ പൊക്കത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഈ അളവിൽ രണ്ടും എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലെന്ന് പറയുമ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ മാത്രമേ നമ്മളിതിൽ ചേർക്കാവൂ കേട്ടോ. അപ്പോൾ ഓയിലൊന്ന് ഒഴിച്ച ശേഷം നല്ല എല്ലാ ഭാഗത്തും ഒന്ന് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് എല്ലാ ഭാഗവും തേച്ച് നല്ലതുപോലെ എല്ലാ ഭാഗത്തും തേച്ച് പറ്റിക്കണം കേട്ടോ. നമ്മൾ എല്ലാ ഭാഗത്തും എണ്ണ തേച്ച് കൊടുക്കുന്നത് കേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ ഭാഗത്തും. പിന്നെ ചിലർ ഇതിൻ്റെ സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതുപോലെ ചെയ്താലും ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് കറക്റ്റായിട്ട് വെട്ടിയെടുത്ത ബട്ടർ പേപ്പർ അത് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേക്ക് ഒട്ടും തന്നെ സൈഡിൽ പിടിക്കാതെയും കരിഞ്ഞു പോകാതെയൊക്കെ നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഇതുപോലെയാണ് വർഷങ്ങളോളം. പിന്നെ നമ്മൾ ഇതുപോലെ എണ്ണ പുരട്ടിയ ശേഷം മാവൊന്ന് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് മൈദാമാവ്. കുറേ പേര് എൻ്റെ അടുത്ത് ചേർക്കുന്ന കപ്പിൻ്റെ അളവ് പറയാം, നമ്മൾ സ്റ്റീൽ കപ്പിൻ്റെ. ഞാൻ അല്ലാതെ തന്നെ സ്പൂൺ അളവ് എല്ലാം ഇട്ടിട്ടുണ്ട്. അതൊക്കെ വീഡിയോ കണ്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്താണ് ഞാൻ മിക്സ് ചെയ്യണം. ഞാൻ ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കാറില്ല കേട്ടോ. കൂടുതൽ കേക്കിൽ ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കാറില്ല. പിന്നെ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഒരു വീഡിയോയിൽ ഇതുപോലെ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. അത്രയും ഡീറ്റെയിൽസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ ചെയ്യുന്ന രീതി അതേപോലെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് അരിച്ച ശേഷം നിങ്ങൾ വേണമെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക. അതല്ലെങ്കിൽ 1 പ്രാവശ്യം അരിച്ചിട്ട് നല്ലതുപോലെ വിസ്കോ ഒരു സ്പൂണോ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല മാവും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറൊക്കെ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ബൗളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രമോ എന്തിന് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോഴും നമ്മൾ എടുക്കുന്ന പാത്രം എപ്പോഴും നീറ്റായിരിക്കണം. ഒട്ടും തന്നെ എണ്ണമയോ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശമോ ഒന്നും പാടില്ല കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു തോടോ ഒന്നും വീഴാതെ ശ്രദ്ധിച്ച് വേണം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ മുട്ട എടുക്കുമ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ ഒഴിച്ച ശേഷം നമ്മളിതിലേക്ക് നേരിട്ട് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത ശേഷം സ്പീഡ് കുറച്ചാണ് ആദ്യം നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമ്മൾ സ്പീഡ് കുറച്ച് മുട്ട ഇത്തിരി പതഞ്ഞ് വരണം കേട്ടോ. കുറച്ച് പതഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത്. പൊടിച്ച പഞ്ചസാര നമ്മളിപ്പം മധുരം കൂടുതൽ വേണമുള്ളവർക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തർ പറയും, നമുക്ക് മധുരം അധികം വേണ്ടെന്ന് പറയണമെങ്കിൽ നമ്മൾ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര പൊടി ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ 1/4 കപ്പ് അളവിൽ പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വിധം വേണം ചേർത്ത് കൊടുക്കാൻ. വീഡിയോ ഫുള്ള് കാണാതെ ആർക്കും കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ ആദ്യം കണ്ടിട്ട് അവസാനം കണ്ടിട്ട് നമ്മളോട് ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക, എന്നിട്ട് വേണം നിങ്ങൾ കേക്ക് ഉണ്ടാക്കുക കേട്ടോ. മുട്ട നമ്മൾ ബീറ്റ് ചെയ്താൽ നല്ല ഫ്ലഫി ആയി വരുമ്പോൾ മുട്ടയുടെ കളർ മാറി ഒരു വൈറ്റ് കളർ വരും കേട്ടോ. ഇതുപോലെ കളറൊക്കെ മാറി വരും. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഞാൻ 1 കിലോ കേക്കിന് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്ത് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നല്ല സ്പീഡ് നമ്മൾ മിക്സ് ചെയ്യരുത്, പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് കേട്ടിരിക്കുന്നുണ്ട്, ഇത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ ബാറ്റർ താന്നു പോകുന്നത്. അതാണ് ഈ ഒരു കാരണമാണ്. നമ്മളെല്ലാം കൂടി വാരി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്റർ താന്നു പോകും. കുറച്ച് ഇതും ചേർത്ത് മിക്സ് ചെയ്യുക. ചെറിയായിട്ട് കട്ടിയെന്ന് തോന്നണമെങ്കിൽ നല്ല ചൂട് പാലാണ് ഒഴിച്ചു കൊടുക്കുക. ചൂട് പാലല്ലെങ്കിൽ ചൂട് വെള്ളം കേട്ടോ. ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ പതുക്കെ വേണം നമ്മളത് ഫോൾഡ് ചെയ്തെടുക്കാൻ.
സ്പീഡേ നമ്മൾ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആ മുട്ടയൊക്കെ പതഞ്ഞത് താന്നു പോകും. പിന്നെ നമുക്ക് ആ കേക്ക് ഇപ്പം നമ്മൾ 1 കിലോ കേക്ക് ചെയ്യണമെങ്കിൽ അത് കിട്ടേ ഒന്നും ചെയ്യില്ല, കല്ല് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ പതുക്കെ കുറച്ച് വീതം പാല് ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കട്ടിയാവുമ്പോൾ പിന്നെയും നമ്മൾ ബാറ്റർ ചേർക്കുമ്പോഴാണ് നമ്മൾ താന്നു പോകുന്നത്. നമ്മൾ അതനുസരിച്ച് പാല് ചേർത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ കേക്ക് ടിന്നിൽ ഒഴിക്കുമ്പോൾ അര ഭാഗത്തോളം ബാറ്റർ വരണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ആ 1 കിലോ കേക്കിൻ്റെ ആ ഒരു ബാറ്റർ നമുക്ക് ശരിയായി കിട്ടുള്ളൂ. അതിൽ നിന്ന് താന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വെന്ത് വരുമ്പോൾ നമുക്ക് അത്രയും മുകളിലായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അര ഭാഗത്തു നിന്ന് കുറച്ചും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ആ കേക്ക് കിട്ടും കേട്ടോ. ഇനി 10 മിനിറ്റ് ചൂടായ പാത്രത്തിലേക്ക് ഞാൻ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 35 മിനിറ്റ് ആകുമ്പോൾ വെന്തോന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൂടെ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുത്താൽ മതി. കേക്ക് ഇവിടെ നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം അതിനെ കട്ട് ചെയ്തെടുക്കാവൂ കേട്ടോ. അല്ലാതെ കട്ട് ചെയ്യരുത്. നമ്മൾ പിന്നെ സ്ഥിരം പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് കുഴപ്പമില്ലാത്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം കട്ട് ചെയ്യുക കേട്ടോ. ഇനി നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇതുപോലെ അതിനെ കവർ ചെയ്തിട്ട് മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവൂ കേട്ടോ. നിങ്ങൾ എപ്പോഴും ഫ്രിഡ്ജിൽ കേക്ക് സൂക്ഷിച്ചാലും അത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാവൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.